my dear plant lovers, welcome back to my YouTube channel Nature Diary. എൻ്റെ പേര് Vignesh. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നല്ല മഴക്കാലമാണ്. ഇനി അങ്ങോട്ട് നല്ല രീതിയിൽ ജൂൺ മാസമാണ് ഇനി വരുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ കുരുമുളകൊക്കെ നല്ല രീതിയിൽ നമുക്കിപ്പം ബുഷ് പേപ്പറായിട്ട് വളർത്താൻ പറ്റിയ ഒരു സമയമാണിതെന്ന് പറയുമ്പോൾ. ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ അവിടെ മരവും കാര്യങ്ങളൊന്നും കാണത്തില്ലല്ലോ. അപ്പോൾ അവർക്കൊക്കെ നല്ല കുറ്റിയായിട്ട് നല്ല രീതിയിൽ ബുഷ് പേപ്പർ എങ്ങനെ സെറ്റ് ചെയ്യാം, എങ്ങനെ നമുക്ക് അതിനായിട്ട് കട്ട് ചെയ്യാം എന്നതിനൊക്കെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണോട് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ ഒക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇനിയപ്പോൾ അങ്ങോട്ടേക്ക് നല്ല രീതിയിലുള്ള മഴയാണ് വരുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ കുരുമുളകിൻ്റെ കട്ടിങ്സ് എടുത്ത് വെക്കാമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പിടിച്ച് കിട്ടുകയും ചെയ്യും. ഈ ഒരു മഴയായതുകൊണ്ട് തന്നെ കുരുമുളക് നല്ല രീതിയിൽ പിടിച്ച് കിട്ടുകയും ചെയ്യും. അതേകണക്ക് തന്നെ ഇപ്പോൾ ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് ഈ കുരുമുളക് അങ്ങനെ ഇതേകണക്ക് മരത്തിലൊന്നും ബുഷായിട്ട് വളർത്താൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു PVC പൈപ്പിനകത്തൊക്കെ സെറ്റ് ചെയ്യാം. അതേ കണക്കുള്ളതാണ് കുറ്റി കുരുമുളക്. നമ്മൾ കുരുമുളക് പ്രത്യേക രീതിയിൽ കട്ട് ചെയ്യും. ആ കട്ട് ചെയ്യുന്ന സ്റ്റെമ്പ് നമ്മൾ വെച്ച് പിടിപ്പിക്കുകയെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അധികം പൊക്കത്തിൽ പടർന്നു പോകാതെ നമുക്ക് ഇത്ര കുഞ്ഞി തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള കുരുമുളക് കിട്ടും. അത് ഈ ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് അത് ഒക്കത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അത് എനിക്ക് ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് എങ്ങനെ ഈസി ആയിട്ട് കുറ്റി കുരുമുളക് സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള കട്ടിങ്സൊക്കെ ഒന്ന് എടുക്കാം. ഇത് കണ്ടോ, ഇത് അതേ കണക്കുള്ള ഒരു കുറ്റി കുരുമുളകാണ് കണ്ടോ. ഇതിപ്പോൾ ഞാൻ സെറ്റ് ചെയ്തിപ്പോൾ വെച്ചിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല, ഏകദേശം ഒരു കൊല്ലമൊക്കെ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാനിത് നമ്മളെ ബുഷ് പേപ്പറായിട്ട് സെറ്റ് ചെയ്താൽ പിന്നെ ഞാനതങ്ങ് മരത്തെ ഈ പ്ലാവിലോട്ടൊക്കെ വെച്ച് കൊടുത്തപ്പോൾ അതങ്ങ് അതിനകത്തോടങ്ങായിപ്പോയി. അപ്പോൾ നല്ല രീതിയിൽ ബുഷായിട്ട് തന്നെ ഇതിനകത്തും വന്നിട്ടുണ്ട് ഈ കുരുമുളക്. അപ്പോൾ നമുക്കിതെങ്ങനെ ഇനി ബുഷ് പേപ്പറിനായിട്ട് കട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇത് കണ്ടോ. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഇതേ കണക്ക് ഇത് കണ്ടോ, ഇത് കണക്ക് ഇതിപ്പോൾ ഇതൊരു നോഡ്, ഇത് 2 നോഡ്, ഇത് 3 നോഡ്, ഇങ്ങനെ 3 നോഡ് വെച്ചിട്ട് വേണം നമ്മൾ ബുഷ് പേപ്പറിനായിട്ട് കട്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇതേ കണക്ക് ഈ 3 നോഡ് വെച്ചിട്ട് ഈ ലാസ്റ്റ് ഒരു പോർഷൻ കണ്ടോ, ഇതേ കണക്ക് ഒരു V ഷേപ്പ് വരും. അതായത് ഇതേ കണക്ക് 2 തണ്ടുകൾ എത്തിച്ചേരുന്നുണ്ടോ അവിടെ ആയിട്ടൊരു നോഡ് വരും. ഇതേ കണക്കൊരു V ഷേപ്പിൽ. ഈ നോഡിൻ്റെ താഴോട്ടൊരു നോഡുണ്ട് കണ്ടോ. ഈ വേ ഷേപ്പ് കണക്ക് വന്നിട്ട് ആ 2 തണ്ട് ചേരുന്നതിൻ്റെ അടുത്ത് നിന്ന് താപ്പോട്ടൊരു നോഡുണ്ട്. ഈ നോഡിൽ നിന്ന് ഇച്ചിരി താത്ത് ഇറക്കി വേണം നമ്മൾ കട്ട് ചെയ്യാൻ. അപ്പോൾ ഈ നോഡിൽ നിന്നൊക്കെ നല്ല രീതിയിലുള്ള റൂട്ട്സ് വരും. ഈ നോഡിലും നല്ല രീതിയിലുള്ള റൂട്ട്സ് വരും. അപ്പോൾ നമുക്ക് അത് കട്ട് ചെയ്യാൻ നോക്കാം. അപ്പം ഈ ഒരു നോഡിൽ നിന്ന് ഇച്ചിരി താത്ത് ഈ ഒരു നോഡിൽ ഇച്ചിരി താത്ത് ഇവിടെ വെച്ച് നമുക്കതങ്ങ് കട്ട് ചെയ്യാം. അപ്പം ഇതേ കണക്ക് വേണം നമ്മൾ ഇതേ കണക്ക് ഈ V ഷേപ്പ് എത്തിച്ചേരുന്നതിൻ്റെ താഴെ ഒരു നോഡ് വെച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ. അപ്പോൾ ഇത് കണ്ടോ, അപ്പോൾ ഇതാണ് നമ്മൾ കട്ട് ചെയ്തെടുത്ത കുറ്റി കുരുമുളകിനായിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്ന തണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്തോ ചെയ്യണം, ഈ ലീവ്സ് എല്ലാം നമ്മൾ ഇതേ കണക്ക് പകുതിക്ക് വെച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് കളയണം. എന്തിനാണെന്ന് വെച്ചാൽ അങ്ങനെ കട്ട് ചെയ്താൽ ഈ പ്ലാന്റിന് പെട്ടെന്ന് സ്ട്രെസ് അനുഭവപ്പെട്ട് ഈ ഒരു പ്ലാന്റിന് പുതിയ ലീഫ് പെട്ടെന്ന് അതിൻ്റെ അടുത്തു നിന്നായിട്ട് പെട്ടെന്ന് വരും. അതിനായിട്ടാണ് നമ്മൾ ഇതേ കണക്ക് ലീഫ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതിനൊക്കെ പകുതിക്ക് വെച്ച് കണക്ക് കട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും. വീട്ടിലൊക്കെ കുരുമുളക് ഇതേ കണക്ക് ഈ സമയം ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ കുറച്ച് കട്ട് ചെയ്ത് ബുഷ് പേപ്പറിനായിട്ട് സെറ്റ് ചെയ്യാറുണ്ട്. ആ സമയത്ത് ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യമാണ് ഇതേ കണക്ക്. ഇതിനൊക്കെ പ്രൊപ്പഗേഷൻ ചെയ്യുന്നവരും ഇതേ കണക്ക് തന്നെ ഈ ഒരു പേപ്പർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ലീവ്സ് കട്ട് ചെയ്യാറുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ പെട്ടെന്ന് പ്ലാന്റ് സ്ട്രെസ് അനുഭവപ്പെട്ട് പുതിയ ലീവ്സ് പെട്ടെന്ന് വരുന്നതിനാണ് നമ്മൾ ഇതേ കണക്ക് ലീഫിൻ്റെ പകുതിക്ക് വെച്ച് ഇതിനൊക്കെ ചെയ്യുന്നത്. അത് ഈ പ്രൊപ്പഗേഷൻ ചെയ്യുന്ന എല്ലാവരും അങ്ങനെ ചെയ്യാറുണ്ട്. ഇവിടെ നമ്മുടെ വീട്ടിൽ എല്ലാ വർഷവും ചെയ്യുന്ന സമയം ഞാൻ കണ്ടിട്ടുണ്ട് ഇതേ കണക്ക് കുരുമുളകിൻ്റെ കട്ടിങ്സ് ഇങ്ങനെ എടുത്ത് വെക്കുമ്പോൾ അതിന് ലീഫിൻ്റെ പകുതി ഭാഗം വെച്ച് കട്ട് ചെയ്ത് കളയുന്നത്. അപ്പോൾ ഇത് നമുക്കിനി പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കണം, വേര് വേണമല്ലോ. അപ്പം സാധാരണ നമ്മൾ ഇത് കണക്ക് കുരുമുളക് എടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ എന്തോ ചെയ്യും,
എന്തെങ്കിലും മണ്ണ് എന്തെങ്കിലും പോട്ടി മിക്സ് കൊടുത്ത് അതിനകത്ത് സെറ്റ് ചെയ്യും. അല്ലെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് ചകിരിച്ചോറ് മാത്രമായിട്ടിട്ട് നമ്മൾ ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മൾ അതൊന്നുമല്ല, നമ്മളൊരു പ്രത്യേക തരത്തിലുള്ള ഒരു പോട്ടിംഗ് മീഡിയത്തിലാണ് നമ്മൾ ഇന്ന് ഈ ഒരു നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒരു പെപ്പറിൻ്റെ ഈ ഒരു കട്ടിങ് നമ്മൾ വെക്കാൻ പോകുന്നത്. അത് വേറെ ഒന്നുമല്ല, ഇതിന് മുമ്പ് ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ ജിഫി ബാഗാണ്. അപ്പോൾ ജിഫി ബാഗ് എന്തുവാണെന്ന് അറിയാത്തവർ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിനെപ്പറ്റി ഈ ജിഫി ബാഗിനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. നമ്മൾ ഈ ജിഫി ബാഗിനകത്ത് എങ്ങനെ പ്ലാന്റ് കട്ടിങ്സ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യാം, വിത്തുകൾ എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാം, അതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ജിഫി ബാഗിൻ്റെ ഫുൾ കാര്യങ്ങളും പറഞ്ഞ് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അത് മസ്റ്റായിട്ട് ഈ വീഡിയോ കാണുന്നവർ വാച്ച് ചെയ്യണം. കാരണം നല്ല രീതിയിൽ ഹെൽപ്ഫുള്ളാണ്. ഇതേക്കുള്ള കട്ടിങ്സൊക്കെ നമ്മൾ ഇപ്പോൾ സാധാരണ ഇങ്ങനെയുള്ള കട്ടിങ്സ് നമ്മൾ ഏതെങ്കിലും ഒരു മണ്ണിനകത്തോ അല്ലെങ്കിൽ ചകിരിച്ചോറ് മാത്രം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അത് കിളുത്ത് വരുമ്പോഴത്തേക്ക് ഏകദേശം കുറേ സമയം കഴിഞ്ഞിരിക്കും. ഏകദേശം ഒരു 4-5 ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും അതിന് ഒരു വേരെങ്കിലും വരുന്നത്. പക്ഷെ നമ്മൾ ഈ ജിഫി നടാന്നുണ്ടെങ്കിൽ 2 ആഴ്ച, മാക്സിമം പോയാൽ 3 ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചയൊക്കെ പ്ലാന്റ് പെട്ടെന്ന് വേര് വന്ന് നല്ല അടിപൊളിയായിട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ റൂട്ട്സ് വന്ന് നല്ല രീതി നമുക്ക് ആയിക്കിട്ടും ഈ ജിഫി ബാഗ് നടാന്നുണ്ടെങ്കിൽ. ഇത് കണ്ടോ, ഇത് ഞാൻ അതേ കണക്ക് ജിഫി ബാഗിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചതാണ്. കണ്ടോ, ജിഫി ബാഗിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചതായിരുന്നു. വേര് വന്നോ, വെച്ചിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല, പെട്ടെന്ന് ആ വേര് വരുന്നത്. അതേ കണക്ക് നമ്മൾ ഈ ജിഫി ബാഗിനകത്ത് ഈ ഒരു കട്ടിങ് സെറ്റ് ചെയ്താൽ പെട്ടെന്ന് ഇതേ കണക്ക് വേരായി വരും. അപ്പോൾ നമ്മൾ ഇതാണ്ട് ഈ ഒരു ഞാൻ പറഞ്ഞിരുന്നത് ഈ വി ഷേപ്പ് വരുന്നതിനും വരെ ഈ നോഡ് വരെ നമ്മൾ ഈ ഒരു നോഡിൽ നല്ല രീതിയിലുള്ള റൂട്ട്സൊക്കെ വരും. അപ്പോൾ നമുക്കിതിങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുറ്റിക്കുരുമുളക് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നതിനെ പറ്റിയുള്ള ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഫ്ലാറ്റിൽ താമസിക്കുന്നവർ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് കുരുമുളക് വളർത്താം. അപ്പം ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് ഇതേ കണക്ക് അവർക്ക് നമുക്ക് മരവും ഇല്ല, അങ്ങനെയൊന്നും ഇല്ലല്ലോ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ കുരുമുളക് നമുക്ക് ഇതേ കണക്കുള്ള PVC പൈപ്പിനകത്ത് ഗ്രീൻ നെറ്റ് കിട്ടുമല്ലോ, ഗ്രീൻ നെറ്റ് അടിച്ചിട്ട് ആ ഒരു നെറ്റിലോട്ട് നമുക്ക് ഇതേ കണക്ക് കുരുമുളക് ബുഷ് പേപ്പർ ആക്കാൻ ഒക്കത്തില്ല, ക്രീപ്പറായിട്ട് നമുക്ക് വേണമെങ്കിൽ വളർത്താം. അത് അധികം പോകാതെ നമുക്ക് കട്ട് ചെയ്ത് വിട്ട് നമുക്ക് നല്ല ക്രീപ്പറായിട്ട് ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് PVC പൈപ്പിനകത്ത് ക്രീപ്പറായിട്ട് വളർത്താം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതിനെ പറ്റി ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ, ക്രീപ്പറായിട്ട് എങ്ങനെ വളർത്താമെന്ന് പറഞ്ഞ്. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ വീഡിയോ ബുഷ് പേപ്പറാണ്. അപ്പോൾ ഇത് നമുക്ക് ഏകദേശം ഒരു 2-3 ആഴ്ച കൊണ്ട് ഈ ജിഫിക്കകത്ത് നല്ല രീതിയിൽ വേര് വന്ന് ഈ ഒരു ബുഷ് പേപ്പർ റെഡിയായി കിട്ടും. പിന്നെ നമ്മളിത് മാറ്റി നട്ടാൽ മതിയാകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. വളരെ സിമ്പിളായിട്ടൊരു വീഡിയോ ആയിരുന്നു, എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മടി വിചാരിക്കരുത്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി ഇതേ കണക്കുള്ള അടുത്തൊരു അടിപൊളിയായിട്ടുള്ള ഒരു ടിപ്പുമായിട്ട് കാണാം. അടുത്ത ഒരു ഫെർട്ടിലൈസർ വീഡിയോ ആയിട്ടോ, നമ്മുടെ ഓർക്കിഡിന് നല്ല രീതിയിലുള്ള റൂട്ട്സ് വളരാനായിട്ടുള്ളൊരു ഞാൻ യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു ഫെർട്ടിലൈസർ വീഡിയോ ആണ് അടുത്തത്. അപ്പോൾ അതിന് എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി ആ ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.